ലേണേഴ്സ് എഡ്യൂസോണിൻ്റെ എല്ലാ വീഡിയോസും ഇപ്പോൾ PDF ആയി അവൈലബിൾ ആണ്. PDF ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. 2022 PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് 2022 PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് കെ കുമാരനാണ്. കെ കുമാരൻ 2022 പുരസ്കാരം നൽകുന്നത് 2024 പ്രശസ്ത ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളൻ്റെ സ്മരണയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയതാണ് കാളൻ പുരസ്കാരം. കാളൻ പുരസ്കാരം 2022 കാളൻ പുരസ്കാരം ലഭിച്ചത് ചിമ്മാനക്കളി കലാകാരൻ മാരിത്തെയ്യം പാട്ടുകാരനുമാണ്. കെ കുമാരൻ ചിമ്മാനക്കളി കലാകാരനും മാരിത്തെയ്യം പാട്ടുകാരനുമാണ്. ഇദ്ദേഹം മാട്ടൂൽ സ്വദേശിയാണ്. 2022 PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് കെ കുമാരനാണ്. മാനവ വികസന സൂചിക 2023-24 ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാം സ്ഥാനം ലഭിച്ചത് സ്വിറ്റ്സർലൻഡ്, രണ്ടാം സ്ഥാനം നോർവേ, മൂന്നാം സ്ഥാനം ഐസ്ലാൻഡ്. മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനമാണ് 134. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് സമ്മാനം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ. 2022 സേതുവാണ് പുരസ്കാര ജേതാവ്. 2023 സക്കറിയ. ഡൽഹിയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളുടെയും പുതിയ നഗരപ്രദേശങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദില്ലി ഗ്രാമോദയ അഭിയാൻ. വിവിധ ഗവേഷണ മേഖലകളിലൂടെ ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന UGC ആരംഭിച്ച പോർട്ടലാണ് ഷേർണി. വിവിധ ഗവേഷണ മേഖലകളിലൂടെ ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന UGC ആരംഭിച്ച പോർട്ടലാണ് ഷേർണി. ഷേർണിയുടെ ഫുൾ ഫോം ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ എന്നാണ് ഷേർണിയുടെ ഫുൾ ഫോം. വിവിധ ഗവേഷണ മേഖലകളിലൂടെ ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞർക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന UGC ആരംഭിച്ച പോർട്ടൽ. UGC ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാനറ്റ് എർത്ത് അവാർഡ് 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ S5C. പ്ലാനറ്റ് എർത്ത് അവാർഡ് 2024 അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി ഗവേഷകൻ S5C. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വിഷ്ണു നാരായണൻ നമ്പൂതിരി. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വിഷ്ണു നാരായണൻ നമ്പൂതിരി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ. സംവിധായകൻ അനിൽ തോമസ്. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് TM കൃഷ്ണ. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് TM കൃഷ്ണ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗ് 2024 ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു.
6ാമത് പ്രേംനസീർ സുഹൃത്ത് സമിതി പുരസ്കാരം 2023 മികച്ച ചിത്രം ഇരട്ട. 6ാമത് പ്രേംനസീർ സുഹൃത്ത് സമിതി പുരസ്കാരത്തിൻ്റെ 2023 മികച്ച ചിത്രം ഇരട്ട. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ CEO. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ VISLൻ്റെ പുതിയ CEO ശ്രീകുമാർ K. നായർ. 2024 ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ. 2024 ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം 2023 അർഹനായത്. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം 2023 അർഹനായത് പ്രഭാവർമ്മ. 33ാമത് സരസ്വതി പുരസ്കാരമാണ് 2023 പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത്. ഇനി 2022 അത് ശിവശങ്കരിക്കായിരുന്നു. ശിവശങ്കരി 2022 ശിവശങ്കരി. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം 2023 അർഹനായത് പ്രഭാവർമ്മ. അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭം വോക്കൽ ഫോർ ലോക്കൽ. അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭം വോക്കൽ ഫോർ ലോക്കൽ. നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വോക്കൽ ഫോർ ലോക്കൽ. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. RBIയുടെ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത് 90 രൂപയുടെ നാണയം. 90 രൂപയുടെ നാണയമാണ് RBIയുടെ 90ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് നോ യുവർ കാൻഡിഡേറ്റ്. സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് നോ യുവർ കാൻഡിഡേറ്റ്. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് കളമശ്ശേരി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് കളമശ്ശേരി. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങൾ. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങളാണ് IV ദാസ് പുരസ്കാരം M. മുകുന്ദൻ. IV ദാസ് പുരസ്കാരം M. മുകുന്ദന്. PN പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരൻ. PN പണിക്കർ പുരസ്കാരം ഇയങ്കോട് ശ്രീധരന്. 2021 സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങളാണ് 2024 നൽകുന്നത്. IV ദാസ് പുരസ്കാരം M. മുകുന്ദന്. PN പണിക്കർ പുരസ്കാരം ഇയങ്കോട്ട് ശ്രീധരൻ. ലില്യപ്പ എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്ക് എഴുതിയത് സാറ ജോസഫ്. ലില്യപ്പ എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുക്ക് എഴുതിയത് സാറ ജോസഫ്. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിൻ മിഷൻ 414. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഹിമാചൽ പ്രദേശിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ക്യാമ്പയിൻ മിഷൻ 414. 2024 ഹാപ്പിനെസ് ഇൻഡെക്സ് 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഹാപ്പിനെസ് ഇൻഡെക്സാണ് 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126.
തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ബന്ധു പദ്ധതി. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി COP30യുടെ വേദി ബ്രസീൽ. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. 2024 അസർബൈജാൻ. 2024 ഈ കൊല്ലത്തെ വേദി അസർബൈജാനാണ്. 2023 UAEയിൽ വെച്ചായിരുന്നു. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. അടുത്തിടെ ഛിന്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തി. അടുത്തിടെ ഛിന്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തി. ചന്ദ്രയാൻ 3 ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ലാൻഡർ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് കാർലോസ് സെയിൻസ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് കാർലോസ് സെയിൻസ്. 2023-24 വർഷത്തെ ഇന്ത്യ വുമൺസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC. ഇന്ത്യ വുമൺസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC. വികലാംഗർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാനും പോളിംഗ് സ്റ്റേഷനുകളിൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് സാക്ഷം ആപ്പ്. വികലാംഗർക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാനും പോളിംഗ് സ്റ്റേഷനുകളിൽ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് സാക്ഷം ആപ്പ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലാൻഡ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിഗരറ്റുകൾക്ക് സമ്പൂർണ്ണ നിരോധനം അടുത്തിടെ പ്രഖ്യാപിച്ച രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിൽ ആദ്യമായി CNG ബൈക്ക് നിർമ്മിക്കുന്ന കമ്പനി ബജാജ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. G7 ഉച്ചകോടി നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 2024 മാർച്ചിൽ വിരമിക്കുന്ന കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഗേൾസ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. ഗേൾസ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം 346 രൂപ. കേരളത്തിലെ പുതുക്കിയ ദിവസവേതനമാണ് 346 രൂപ. ഹരിയാനയിലെ 374 രൂപ. 374. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234. ഏറ്റവും കുറവാണ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും 234 രൂപയാണ് അവിടെ. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ 374 രൂപ. കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം 346 രൂപയാണ്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കിൾ ടെലഗ്രാൻഡ്. 2024 ആബേൽ പുരസ്കാരം. ഗണിതശാസ്ത്രത്തിലെ നോബൽ എന്നാണ് ആബേൽ പുരസ്കാരം അറിയപ്പെടുന്നത്. 2024 ആബേൽ പുരസ്കാരം നേടിയത് മൈക്കിൾ ടെലഗ്രാൻഡാണ്.
ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. 2024 വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്ക. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 2024 ശതാബ്ദിയാണ് ആഘോഷിക്കുന്നത്. ബഹുജന സമരം ശതാബ്ദി ആചരിക്കുന്ന ബഹുജന സമരമാണ് വൈക്കം സത്യാഗ്രഹം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതി പൊൻവാക്ക്. ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന കോർപ്പറേഷൻ തയ്യാറാക്കിയ പദ്ധതി പൊൻവാക്ക്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ക്വിക്ക് സെർവ്. വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും പരിചരണം, വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനം നൽകുന്നതിനായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ക്വിക്ക് സെർവ്. ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ആടുജീവിതം. ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ആടുജീവിതം. ഹോക്കി ഇന്ത്യ അവാർഡ് 2023 വിന്നേഴ്സ് എജ് സോണിൽ ലോങ് വീഡിയോ ആക്കി ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 2024 നടക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. 2024 നടക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലി. ലോകത്തിൽ ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലി. ഹായ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.